മാളയിൽ വയറുവേദനയുമായി എത്തിയ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയുടെ പിഴവ് മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവേണ്ടി വന്നു. ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശിനി 22 വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത്. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ വയറുവേദനയുമായി എത്തിയ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയുടെ പിഴവ് മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവേണ്ടി വന്നു. ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ്. ചികിത്സാ പിഴവ് വരുത്തിയവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് യുവതിയുടെ കുടുംബം. പൊയ്യ പൂപ്പത്തി സ്വദേശിയായ യുവതിക്കാണ് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. വയറുവേദനയെ തുടർന്ന് പൊയ്യ ആശുപത്രിയിൽ എത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് വയറുവേദന ശമിച്ചെങ്കിലും ഛർദിയുണ്ടായി. തുടർന്ന് ഡോക്ടർ വേറെ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചതായി പറയുന്നു. തുടർന്നാണ് യുവതി ഭർത്താവുമൊത്ത് മാള ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലെത്തിയത്. ഇവിടെ ഡോക്ടറെ കണ്ടപ്പോൾ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാനിൽ വയറിൽ പഴുപ്പുണ്ടെന്ന് റിസൾട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയും ഡോക്ടർ പഴുപ്പ് കളയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായി പറയുന്നു. ഇതുപ്രകാരം ആമാശയത്തിലേക്ക് കടത്തിയ റെയിൽസ് ട്യൂബ് ദിശ തെറ്റി ഹൃദയത്തിനടുത്ത് കുടുങ്ങുകയായിരുന്നു. ട്യൂബ് കടത്തുന്നതിനിടെ വേദന അനുഭവപ്പെടുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഹൃദയത്തിനടുത്ത് ട്യൂബ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തി ശസ്ത്രക്രിയയിലൂടെ ട്യൂബ് നീക്കം ചെയ്യുകയായിരുന്നു. ജൂൺ 2-നാണ് യുവതി ചികിത്സയ്ക്കായി മാള ബിലീവേഴ്സ് ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നഴ്സുമാർ നടത്തിയ തെറ്റായ ചികിത്സാ രീതിയാണ് ശ്രീമോളെ എറണാകുളത്തെ ആശുപത്രിയിലെ ശസ്ത്രക്രിയ വരെ എത്തിച്ചത്. ചികിത്സാ പിഴവ് വരുത്തിയ ആശുപത്രി ജീവനക്കാർക്കെതിരെ യുവതി മുഖ്യമന്ത്രി, കളക്ടർ, DMO എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പരാതിയിൽ അന്വേഷണം നടത്താൻ മെഡിക്കൽ ഓഫീസർ പോലീസിന് നിർദ്ദേശം നൽകുകയും പോലീസ് ഡോക്ടർക്കും നഴ്സുമാർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ട്യൂബ് അന്നനാളത്തിലൂടെ ദിശ തെറ്റി കയറിയെന്നും ഇതാണ് രക്തസ്രാവം ഉണ്ടാകാൻ കാരണമായതെന്നും ഇതുമൂലമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നതായും എറണാകുളത്തെ ആശുപത്രി അധികൃതർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും യുവതിയുടെ ഭർത്താവ് മീഡിയ ടൈമിനോട് പറഞ്ഞു. ഈ ട്യൂബ് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആയേക്കാണ്. വെന്റിലേഷൻ ചെയ്ത് അടിയന്തര ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ട്യൂബ് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ പിന്നെ പുലർച്ചെ ഒരു 3 മണി ആയിക്കഴിയുമ്പോൾ അവിടുത്തെ കാർഡിയോ വിഭാഗത്തിലെ ഡോക്ടർമാർ, അതുപോലെ ഗ്യാസ്ട്രോ, അങ്ങനെ ഡോക്ടർമാരൊരു വിദഗ്ധ സംഘം തന്നെ ഒരു റിവ്യൂ നടത്തിയതിന് ശേഷമാണ് ഈ സർജറി തുടങ്ങുകയും പുലർച്ചെ ഒരു 6 മണിക്ക് അത്ര നീണ്ട ഒരു സർജറിയിലൂടെയാണ് ഈ വയറ്റിലേക്ക് ഇട്ടിരുന്ന ട്യൂബ് ഹാർട്ടിൻ്റെ സൈഡിലേക്ക് പോയി ഇത്രയും ഗുരുതരമായ അവസ്ഥയിൽ ഈ സർജറി ചെയ്ത് ട്യൂബ് എടുക്കുന്നത്. പിന്നെ 2 ദിവസം വെന്റിലേഷനിൽ തന്നെയായിരുന്നു. പിന്നെ 5 ദിവസമുള്ള ICUയിൽ. മാള പോലീസ് ബിലീവേഴ്സ് ആശുപത്രി അധികൃതരിൽ നിന്നും മൊഴിയെടുത്തു. എന്നാൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും വയറ്റിൽ രക്തം കെട്ടിക്കിടന്ന് രോഗിക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണ് റെയിൽസ് ട്യൂബ് ഇട്ടതെന്നും ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് കഴുത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നിരിക്കാമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇതു സംബന്ധിച്ച് ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നും എല്ലാ ചികിത്സാ റിപ്പോർട്ടുകളും പരിശോധിക്കാവുന്നതാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. വിഷയത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ദിശ തെറ്റിപ്പോയെന്ന് നമ്മളോട് ഡോക്ടർ പിന്നീട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് അശ്രദ്ധമായി, അതായത് ഒരു ടെസ്റ്റ് റിസൾട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് രോഗിയെ കാണാതെ ഡോക്ടർമാർ ഈ വിധത്തിൽ ചികിത്സിച്ച് ഗുരുതരാവസ്ഥയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നമ്മളുടെ നാട്ടിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ഇത് ചികിത്സാ പിഴവാണോ അതോ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് റിസൾട്ടിനെ ആധാരമാക്കി നടത്തിയിരിക്കുന്ന ഒരു പിഴവാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ഇതിനകത്ത് നടന്നിരിക്കുന്നത്? കാരണം ഞങ്ങൾ 5 മണിക്ക് ശേഷം 11 മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് സംഭവിച്ചിട്ട് അവിടുത്തെ CCTVയും അതുപോലെ തന്നെ ഈ നടന്നിരിക്കുന്ന വാർഡിലെ CCTVയും അവിടെ ആരെല്ലാം മറ്റു വന്നുപോയിട്ടുണ്ടോ, അങ്ങനെ ആ വിധത്തിൽ കൂടി പോലീസ് ഇതിൻ്റെ അന്വേഷണം നടത്തണമെന്നും ഇതിൻ്റെ നിജസ്ഥിതി ബന്ധുക്കളും ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. മീഡിയ ടൈം
മാള. ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വല്ലൂർപടി സ്വദേശിനി 22 വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ലിമിറ്റഡ് എന്ന ബസ്സിൽ നിന്നാണ് യുവതി വീണത്. പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന് പരിക്കേറ്റ് എല്ലുകൾ ഒടിഞ്ഞ യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. യുവതി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മീഡിയ ടൈം തൃശൂർ. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്. മഴയിൽ ഭിത്തി കുതിർന്നും ഓടുകൾ ഇളകി വീഴുന്ന അവസ്ഥയിലാണ് കെട്ടിടം നിലകൊള്ളുന്നത്. ടൗണിലെ പ്രധാന ജംഗ്ഷനിലെ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിന് താഴെയാണ് ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും വിശ്രമിക്കാറുള്ളത്. പ്രധാന റോഡായതിനാൽ നിരവധി കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. കാലപ്പഴക്കമുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി എടുക്കണമെന്നാണ് ആവശ്യം. മീഡിയ ടൈം മാള. മുന്നറിയിപ്പ് വകവയ്ക്കാതെ അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്ത് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം. അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറുമീനുകളെ പിടിച്ച അഴീക്കോട് സ്വദേശി കുറ്റിക്കാട്ട് ഗാദർ മകൻ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള തൊയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തി. വള്ളത്തിൽ 14 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 500 കിലോ അയിലക്കുഞ്ഞുങ്ങളും ഫിഷറീസ് അധികൃതർ പിടികൂടി. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വള്ളം പിടികൂടിയത്. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ നിക്ഷേപിച്ചു. വള്ളം ഉടമയിൽ നിന്ന് 23,000 രൂപ പിഴ ഈടാക്കി. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് വള്ളം പിടികൂടിയത്. സംഘത്തിൽ സംന ഗോപൻ, സഹന ഡോൺ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ഷിനിൻ കുമാർ ER, ഷൈബു VM, പ്രശാന്ത് കുമാർ VN, റഫീഖ്, ഷിഹാബ്, സുബീഷ് എന്നിവരും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. അഴീക്കോട് മുനമ്പം പാലം സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി. തീരദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടിവരുന്നത്. 40 സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളുടെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സിമന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. ഈ അഴീക്കോട് മുനമ്പം പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം. എൻ്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാര്യത്തിൽ നടക്കണമെന്നാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എൻ്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ പില്ലറ് കഴിഞ്ഞ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇതിന് വേണ്ടതില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറ്റാൻ കഴിയും. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും.
പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം, ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, വാർഡ് മെമ്പർ പ്രസീന റാഫി, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത്, കൺസ്ട്രക്ഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി, മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ മാത്യു, ICUD ഡയറക്ടർ ശ്രീ മുകുന്ദൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള ഗ്രാമപഞ്ചായത്ത് KA തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെയും CK കൃഷ്ണ മാസ്റ്റർ റീഡിംഗ് റൂമിന്റെയും വാർഷിക പൊതുയോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ പ്രാവശ്യം തന്നെ വായിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും അതിൽ റീഡിംഗ് റൂമിലേക്ക് എത്തുകയും വായിക്കാൻ ഒരു അവസരം കൂടിയാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെ നമ്മൾ വായനയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് കൊച്ചുമക്കൾ മുതൽ വലിയവർ വരെ അച്ഛനമ്മമാരെ അറിയാത്ത കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾക്കറിയാം വായന എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം അറിവ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അത് ആരും മനസ്സിലാകാത്ത കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ആ വായനയുടെ പതിറ്റ് നമ്മുടെ മനസ്സിൽ കോർത്തിണക്കിക്കൊണ്ട് ആഴങ്ങളിലേക്ക് പതിഞ്ഞ ആ മുഖമുദ്രയിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. വായിക്കും തോറും നമുക്ക് വളരാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് വായനശാലയോടൊപ്പം എന്ത് പരിപാടികൾ നടത്തുകയാണെങ്കിൽ അത് ഓരോ എണ്ണി പറയേണ്ടതാണ് നമ്മൾ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബിസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. KV രഘു, ജിയോ ജോർജ്, PK രത്നാകരൻ, ജോർജ് നെല്ലിശ്ശേരി, ലിസി സേവിയാർ, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങിയ കൃഷ്ണരാജ്, മാള പഞ്ചായത്ത് ഗ്രന്ഥശാലയുടെ മികച്ച വായനക്കാരൻ KN രഘു, മികച്ച വായനക്കാരി കലാവതി, സ്പോർട്സിലെ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യന്മാർ, യുവ എഴുത്തുകാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. പുസ്തക പ്രദർശനം, ലഹരിക്കെതിരെ മാള ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കിറ്റ് എന്നിവ നടന്നു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് ലഹരി വിരുദ്ധ പ്രചരണ ഗൃഹസന്ദർശനം സംഘടിപ്പിച്ചു. മാള എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. S സോമസുന്ദരം, AK സെലീന, ജോൺസൺ കണ്ണമ്പുഴ, PJ ലിൻസി, KO ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, K അരവിന്ദൻ, TK സന്തോഷ്, അസ്മാബി ലത്തീഫ്, PA അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലി എന്ന് ആരോപിച്ച് UDF നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് UDF കുറ്റിച്ചിറയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, T ആന്റോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV ആന്റണി, ലിജോ ജോൺ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റിൻസൺ മണവാളൻ, കോൺഗ്രസ് അതിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജയചന്ദ്രൻ, അഭിജിത്ത് ശ്രീനിവാസൻ, സ്റ്റാർലി തോപ്പിൽ, ആൽഫിൻ ജോസ്, ഡെന്നി വർഗീസ്, ജയചന്ദ്രൻ, ആന്റോ അളിയത്ത് എന്നിവർ സംസാരിച്ചു. കർഷകർ പ്രതിഷേധം വളക്ഷാമം രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ രാജ്യത്ത് വിതയ്ക്കൽ സമയത്ത് കൃഷിക്കാർക്ക് വളം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പനങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഏരിയ സെക്രട്ടറി MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KK അബീദലി അധ്യക്ഷത വഹിച്ചു. മോദി സർക്കാർ രാസവള ഉൽപാദനം ഗണ്യമായി കുറച്ചതും ഇറക്കുമതി വർദ്ധിപ്പിച്ചതും സബ്സിഡി വെട്ടിച്ചുരുക്കിയതും കാരണം വില നിയന്ത്രണം ആഗോള കുത്തകകൾ ഏറ്റെടുത്തതോടെ വളത്തിന്റെ വില രൂക്ഷമായി വർദ്ധിക്കാൻ
ഓൾ ഇന്ത്യ കിസാൻ സഭ നടത്തുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കേരള കർഷക സംഘം പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടി.കെ. രമേശ് ബാബു, ഷീല രാജ് കമൽ, കെ വിജയൻ, ബിന്ദു മോഹൻലാൽ, കെ.എം. സലിം, എ.എസ്. അജിതൻ, സി ജയ, സി.എസ്. നസീർ, സാബിർ പനപ്പറമ്പിൽ, പി.കെ. വത്സരാജ്, മുരളീധരൻ കെ.വി. തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തൻവേലിക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി മരുന്ന് ഉപയോഗ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശനം നടത്തി. പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി തോമസ്, KSSP യൂണിയൻ പാറക്കടവ് ബ്ലോക്ക് സെക്രട്ടറി CP അംബുജാക്ഷൻ, പുത്തൻവേലിക്കര യൂണിറ്റ് സെക്രട്ടറി മായ നടേശൻ, പ്രസിഡന്റ് PK ശാന്ത, TS സുധീഷ്, PS ബൈജു എന്നിവർ സംസാരിച്ചു. മാള വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് മാർഗരറ്റ് ജോസ്, സെക്രട്ടറി ജിഷ ഷിബു, ട്രഷറർ റോസലി ജോളി എന്നിവരുടെ സ്ഥാനാരോഹണം നടന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മാളയിലെ കഴിഞ്ഞ 26 വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിൽ വൈസ്മെൻ ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ അവരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചു നോക്കി. ഒരു വർഷക്കാലത്തിൽ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വൈസ്മെൻ ക്ലബ്ബ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം, ഇന്നത്തെ ജീവിത സാഹചര്യം തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ആ തിരക്കുള്ള ജീവിത വ്യാപാരത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിലും സാമൂഹ്യ ഇടപെടലുകളാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചു പോവുകയാണ്. ജോസ് മഞ്ഞളി, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, അനിത ബെന്നി വടക്കൻ, ബാബു P മഞ്ഞളി, ജോളി വടക്കൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും രോഗികൾക്ക് ചികിത്സാ സഹായവും വിതരണം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ വയറുവേദനയുമായി എത്തിയ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയുടെ പിഴവ് മൂലം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവേണ്ടി വന്നു. ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി സ്വദേശിനി 22 വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത്. മാള ടൗണിൽ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ മാള ടൗണിലാണ് റോഡിന് സമീപം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമുള്ളത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.